VMS വാളിപ്ലാക്കൽ മോട്ടോർ സർവീസ് പത്തനംതിട്ട ജില്ലാ രൂപീകരണത്തിന് മുൻപേ പത്തനംതിട്ടയിലെ ജനങ്ങളുടെ യാത്രകൾക്ക് കൂടെയുണ്ടായിരുന്ന ബസ് സർവീസ്. പൊതുഗതാഗത രംഗത്ത് 51 വർഷത്തെ അതുല്യമായ സേവനം പിന്നിട്ട് മുൻപോട്ട് യാത്ര തുടരുന്ന VMS അഥവാ വാളിപ്ലാക്കൽ മോട്ടോർ സർവീസ് ബസ്സിൻ്റെ ചരിത്രത്തിലൂടെ ഒരു യാത്രയാണ് ഈ വീഡിയോ. ലിജോസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു ബസ് സർവീസാണ് VMS എന്ന് ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന വാളിപ്ലാക്കൽ മോട്ടോർ സർവീസ്. ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലയിലെയും മലയോര മേഖലയായ ചിറ്റാറിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ യാത്രാക്ലേശങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്ന ബസ് സർവീസ് ആയിരുന്നു VMS. 1957 ഒഴത്തിൽ ഇട്ടിച്ചാണ്ടി തോമസ് വടശ്ശേരിക്കര ചിറ്റാർ റൂട്ടിൽ TCQ 1608 എന്ന ബസ്സുമായി ചിറ്റാർ മലയോര ദേശത്ത് ആരംഭിച്ച സംരംഭം ആയിരുന്നു വാളിപ്ലാക്കൽ മോട്ടോർ സർവീസ്. യാത്രാ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഏറെ ഇല്ലാതെയിരുന്ന പത്തനംതിട്ടയുടെ മലയോര മേഖലയ്ക്ക് അതൊരു പുത്തൻ ഉണർവ് ഏകി. ആ കാലഘട്ടത്തിൽ മലയോര മേഖലയിലെ ആളുകൾ തങ്ങളുടെ സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഏറെ ആശ്രയിച്ചിരുന്നത് വടശ്ശേരിക്കരയെ ആയിരുന്നു. വടശ്ശേരിക്കരയിൽ വലിയ ഒരു ചന്തയും പ്രവർത്തിച്ചിരുന്നു. വടശ്ശേരിക്കര ചിറ്റാർ റൂട്ടിൽ സർവീസ് ആരംഭിച്ച ബസ് തുടർന്ന് മണ്ണാർക്കുളഞ്ഞി ചിറ്റാർ റൂട്ടിൽ നടത്തിയ സർവീസ് 1961 അവസാന കാലഘട്ടത്തിൽ നിർത്തലാക്കി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ തോമസ് ഷാമുവൽ 1964 മുതൽ 1968 വരെ 4 വർഷത്തോളം പത്തനംതിട്ട ചിറ്റാർ റൂട്ടിൽ KLQ 4463 എന്ന ബസ് VMS എന്ന പേരിൽ വീണ്ടും സർവീസ് നടത്തി. ശേഷം ഈ ബസ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് ഡാനിയലിന് കൈമാറി. പിന്നീട് ഈ സർവീസ് ചിറ്റാർ ആങ്ങമൂഴി റോഡ് ഗതാഗത യോഗ്യമാക്കിയപ്പോൾ പത്തനംതിട്ട ആങ്ങമൂഴി എന്ന റൂട്ടിലേക്ക് സർവീസ് ആരംഭിച്ചു. പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ ജനങ്ങൾ കുടിയേറാൻ തുടങ്ങിയ കാലഘട്ടങ്ങളായിരുന്നു ആ സമയം. മൂഴിയാർ ഡാം, പവർ ഹൗസിൻ്റെയും ഒക്കെ നിർമ്മാണങ്ങൾ ആ സമയത്താണ് നടന്നിരുന്നത്. ഒരു കാലം വരെയും പത്തനംതിട്ടയിലെ മലയോര പ്രദേശങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും യാത്രാമാർഗം ഈ ബസ് സർവീസ് ആയിരുന്നു. പിന്നീട് ഈ ബസ് മാറി പുതിയ ബസ് വന്നെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നത് കടും പച്ചയും ചന്ദന കളറും നിറഞ്ഞ ബോഡിയിൽ ഡബിൾ ഗ്ലാസ് വിൻഷീൽഡും ഉണ്ടക്കണ്ണുകൾ പോലെയുള്ള ഹെഡ്ലൈറ്റും മുൻപിലും പുറകിലും മുകളിലായി തടികൊണ്ടുള്ള ബോർഡിൽ VMS എന്നെഴുതിയ ആ ബസ്സുകളാണ്. പത്തനംതിട്ടയുടെ മലയോര മേഖലയിലേക്കുള്ള ഏക മെയിൽ സർവീസും VMS ആയിരുന്നു. 2003-2004 വർഷങ്ങളിൽ ഈ സർവീസിൽ പുതിയ ഓപ്പറേറ്റർ വന്നെങ്കിലും ഇന്നും ഈ പെർമിറ്റാണ് പത്തനംതിട്ട ആങ്ങമൂഴി റൂട്ടിലെ മെയിൽ സർവീസ്. 1969 നവംബറിൽ കുന്നിൽ മോട്ടേഴ്സിൽ നിന്നും വാങ്ങിയ KLQ 2919 ബസ് ഉപയോഗിച്ച് എരുമേലി പത്തനംതിട്ട റൂട്ടിൽ സർവീസ് ആരംഭിച്ച VMS എന്ന ബസ്സിൽ നിന്നാണ് VS ജോർജ് എന്ന ജോർജ് കുട്ടിച്ചായൻ ഈ സംരംഭം ആരംഭിക്കുന്നത്. തുടർന്ന് സ്വപ്ന ട്രാവൽസ്, സനിത, സനൂപ്, ഷീന, ടിജു എന്നീ പേരുകളിൽ ബസ് സർവീസ് ആരംഭിച്ചു. കളിയിക്കൽ MA തോമസ് ആയിരുന്നു ഈ സംരംഭം ആരംഭിക്കുവാൻ VS ജോർജിൻ്റെ മാർഗദർശി. നാറാണമൂഴി കോഴഞ്ചേരി, കപ്പക്കാട് കോഴഞ്ചേരി, തോണിക്കടവ് പന്തളം, കോഴഞ്ചേരി ചിറ്റാർ, പത്തനംതിട്ട ചെങ്ങന്നൂർ, കോട്ടയം ചെങ്ങന്നൂർ, പത്തനംതിട്ട തിരുവല്ല, കോന്നി പത്തനംതിട്ട തുടങ്ങിയ അനേകം റൂട്ടുകളിൽ കഴിഞ്ഞ 51 വർഷക്കാലയളവിൽ 40-ൽ പരം ബസ്സുകളുമായി സർവീസ് നടത്തി. ഇന്നും തുടരുന്നു. ഇതിൽ പല പെർമിറ്റുകളും പിൽക്കാലത്തെ നിരത്തുകളിൽ നിന്നും പിൻവാങ്ങി. ചില പെർമിറ്റുകളിൽ വേറെ പുതിയ ബസ്സുകൾ വന്നു. ഒരു കാലത്ത് പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ നിറസാന്നിധ്യമായിരുന്നു VMS ബസ്സുകൾ. പത്തനംതിട്ട ചെങ്ങന്നൂർ തുടങ്ങിയ സർവീസുകൾ ഇപ്പോഴും VMS ബസ്സുകൾ സർവീസ് നടത്തുന്നു. ബോഡി കളർ കോഡ് നിലവിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ VMS ബസ്സുകളുടെ പഴയകാല തനിമ നഷ്ടപ്പെട്ട പോലെ തോന്നിപ്പോകും. കൃത്യതയാർന്ന സർവീസും ജീവനക്കാരുടെ സഹകരണവും അതുല്യമായ സേവനവുമെല്ലാം പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് VMS എന്നും പ്രിയപ്പെട്ട സർവീസായി മാറ്റി. കാലങ്ങൾ കടന്നുപോയപ്പോൾ പത്തനംതിട്ട ജില്ല രൂപീകൃതമായി, ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചു. പക്ഷേ ഒരു കാലത്ത് പത്തനംതിട്ടയുടെ ഗതാഗത മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു താരമാണ് VMS. പത്തനംതിട്ടയുടെ മലയോര മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ നിസ്തുല്യമായ സേവനം നൽകിയ VMS ബസ്സിനെ ഒരു കാലഘട്ടത്തിൻ്റെ താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആ കാലത്ത് VMS ബസ്സുകൾ യാത്രാക്ലേശം പരിഹരിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, ഒട്ടേറെ പേർക്ക് തൊഴിൽ നൽകിയ ഒരു പ്രസ്ഥാനം കൂടിയാണ്. 51 വർഷത്തെ നിസ്തുല്യമായ സേവനം പിന്നിട്ട് VMS അഥവാ വാളിപ്ലാക്കൽ മോട്ടോർ സർവീസ് ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജൈത്രയാത്ര തുടരുന്നു. 51 വർഷം പൂർത്തീകരിച്ച വാളിപ്ലാക്കൽ മോട്ടോർ സർവീസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബസ് ചരിത്രം തേടിയുള്ള എൻ്റെ യാത്ര തുടരും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.
കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് ചാനലും ലൈക്ക് ചെയ്യണമേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും ഗുഡ് ബൈ.